അല്ല അംസക്ക ഇവൻ എന്തിന്റെ സൂക്കടാന്ന് എനിക്ക് മനസ്സിലാവില്ല. എടോ ഇവൻ ആരും ഓരും ഇല്ലാത്തതിന് ഓൻ എന്താക്കാനാന്ന്? അതല്ലാന്ന് ഇവൻ ആ ബിൻസിന്റെ കാര്യം അവിടെ പോയി പറയേണ്ട കാര്യം എന്തേനു? ആര്? ബെൻസിയ? ആ ആ ആന്റണി ഏട്ടന്റെ മോള്. ഈ ഓളിട്ട് എന്താ? ഒന്നുമില്ല. ശരിക്കും എന്താ കാരണം അംസക്ക? ഇത് ഞാനിപ്പോൾ എന്ത് പറയാനാണ്? അന്ന് പെണ്ണ് കാണാൻ പോയപ്പോഴാണ് ഐദറിന്റെ മോനാണ് ഈ എന്നുള്ള മൊയ്തീന് മനസ്സിലായത്. ഇനിയിപ്പോൾ ഐദറിനോടുള്ള പഴയ വിരോധം കൊണ്ടിട്ടാണോ അള്ളാഹു ആലോ. ഇനി ഞാൻ എത്തിയമായോണ്ടാണോ? ആ പിന്നെ എത്തീം ഇത് അതൊന്നല്ലാന്ന്. ഇവന്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് ഇവൻ മനസ്സിലാക്കണ്ടേ? ഇപ്പോഴത്തെ ചെക്കന്മാരെ പോലെയവേ ഇവന്റെ കയ്യിൽ ആപ്പാടുള്ള ഒരു BA മലയാള, അതും പ്രൈവറ്റ്, പിന്നെ ഒരു കോഴി മസില്. ഈ ചെലക്കാണ്ട് വിടാണ്ടിരുന്നോ വീരാനെ? ഞാനൊന്നും പറയുന്നില്ല. സൈനബ് എന്തെങ്കിലും പറഞ്ഞ അംസക്ക? ഏയ് ഞാൻ ഓളെ കണ്ടിട്ട് തന്നെ ഇല്ല. നീ സൈനബ പറഞ്ഞിട്ടില്ല നിക്കാതെ നടക്കാൻ പോണേ. ഇത് നടക്കൂലെന്ന്. നീ എന്തിനൊക്കെ പറഞ്ഞു? ഗ്ലാമർ കുറഞ്ഞ സാധാരണ അതിനിങ്ങനെ കോംപ്ലക്സ് അടിക്കുന്ന കാര്യം എന്താ? രാധയുടെ വീര്യം തകർത്ത് കോവിലകത്ത് രക്ഷിക്കാൻ കുഞ്ചമൻ തിരുമേനി പല ശ്രമങ്ങളും നടത്തിയിട്ടും ഉഗ്രരൂപിണിയായി മോഹിനി പ്രത്യക്ഷപ്പെട്ട് കൗസ്തുഭൻ തിരുമേനി ആ ഫ്ലോ അങ്ങോട്ട് പോക്കി. ഇതൊന്നും സഹായിക്കടാ. എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. ഓങ്കോയിന്റെ ഒച്ച ചെക്കന് അവന്റെ ഡാൻസ് മാസ്റ്റർക്ക് വിഷം വെക്കണം. അമാരാ ശരിയാവും. ഏടുന്ന പെണ്ണ് കോളശ്ശേരിന്ന്. ഏത് നമ്മൾ ഉമ്മർക്കാന്റെ മോളോ? നിങ്ങളറിയോ? അല്ല ഓക്കല്ലേ മാനസികമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് കേട്ടു. അതേളയല്ലേ മൂത്തോളല്ലേ? മൂത്തോളയാ? എടാ ഈ അറിഞ്ഞോ? പറയ്. എന്റെ നിക്കാണ്. കല്യാണം പ്രായമില്ല. മിനിയാന്നായിന്ന്. ഈ വരുന്ന 15-ാം തീയതി പ്ലാസാളിൽ വെച്ചിട്ടാണ്. പിന്നെ എല്ലാം ബീരാനിക്കോട് പറഞ്ഞിട്ട് നിങ്ങള് വരണം. പിന്നെ ഉപ്പ പോയതിന്റെ സങ്കടത്തിലാന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങള് വരണം. വന്ന് വന്ന് ചെറിയ മക്കൾക്ക് വരെ പെണ്ണെട്ടി തുടങ്ങി. നിങ്ങൾ വിഷമിക്കണ്ടിക്ക. യോഗ ഉണ്ടെങ്കിൽ നല്ലൊരു മുൻചത്തിന് ഇങ്ങക്ക് കിട്ടും. ഇങ്ങക്കും കിട്ടും. പിന്നെ കൊറേ ക്ഷണുണ്ട്. ഞാൻ പോട്ടെന്നാലും മറക്കാണ്ട് അമീതിക്കാൻ കൂട്ടി വരണം കേട്ടാ. ഈ വിഷമിക്കണ്ട. ഓന്റെ ഈ തുള്ളിച്ചാട്ടം നിക്കാതെ കഴിഞ്ഞവരേ ഉള്ളൂ. അതാ ഭ്രാന്തുള്ള കുടുംബത്തിൽ നിന്നാ കിട്ടുന്നേ. അതെ, വേറെ സൂപ്പർ സാധനം കിട്ടിയിട്ടുണ്ട്. എന്ത് സാധനം? വിൽപത്രം. വിൽപത്രം? ആ, ആരാ വിൽപത്രം? എന്റെ വാപ്പാന്റെ വിൽപത്രം. അതെ, നീ അംസക്കനെ വിളിക്ക്, ഒരു സ്ഥലം വരെ പോണം. ആ ബീരാൻ, എന്റെ ചിൽഡ്രൻസിനെ ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ്. സോറി. കം ഹിയർ ബീരാൻ. യെസ് മാസ്റ്റർ. കം ഹിയർ. വാട്ട് ഈസ് ദിസ്? എന്താണിത്? നിന്റെ താളം കംപ്ലീറ്റ് തെറ്റിക്കിടക്കുക. ഞമ്മൾതോ സാർ? ഇത് കുട്ടിക്കളിയല്ല. ദേ ആഫ്റ്റർ ടുമാറോ ഷോ ഉള്ളതാണ്. സാർ ഒരു 5 മിനിറ്റ് പെട്ടെന്ന് വരും. എന്റെ പെണ്ണ് മാറ്റിക്കരുത് പ്ലീസ്. ബീരാനെ, യു ആർ എ പ്രൊഫഷണൽ ഡാൻസർ. ബി പ്രാക്ടിക്കൽ. യെസ് ഓഫ് കോഴ്സ്. അനുഗ്രഹിക്കണം. 5 മിനിറ്റ്. താങ്ക് യു. ഗുരുത്തോളം എന്തിനാ ഇങ്ങോട്ട് വന്ന്? യെസ്. അന്നോട് ആരപ്പം ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു? ഞാൻ വാപ്പാന്റെ ഭാര്യമാരെ കാണാൻ പോകാൻ തീരുമാനിച്ചു. ഒരിപ്പോ എവിടെയുള്ളതെന്ന് പറഞ്ഞേ? ഒരാൾ കോഴിക്കോട്, ഒരാൾ പൊന്നാനി. എപ്പോഴാ പോണ്? എപ്പോഴാ പോണേന്നുള്ളതല്ല, എങ്ങനെയാ പോണേന്നുള്ളതാണ് പ്രശ്നം. ബസ് പോണോ? ഞാനവിടെ ബസ്സിനൊക്കെ ചെന്നിറങ്ങിയ വാപ്പയ്ക്കല്ല എന്റെ മോശം. ഹൈദർക്കാക്കി എന്ത് മോശം? ഇക്കണ്ട ആൾക്കാരൊക്കെ ബസ്സിലല്ലേ പോണ്. എന്നാലും
ഞാൻ കാറിന് ചെന്നിറങ്ങുന്നതല്ലേ ഒരു പവർ. എന്നാ പിന്നെ കാർ പോയിക്കോ. അതെ, കാറിൽ പോകാനായിട്ട് കാറ് നന്നായിട്ട് ഓടിക്കാൻ അറിയാവുന്ന ആരെങ്കിലും കൂടി ഉണ്ടെങ്കിൽ നല്ലതല്ലേ? ആര്, ഞാനോ? എനിക്ക് വരാൻ പറ്റുന്നില്ല, എനിക്ക് ഡാൻസ് പരിപാടി ഇല്ല. അങ്ങനെ പറയില്ലടാ, നീ ഒന്ന് വന്ന് കൂടെ തുടങ്ങി തന്നാ മതി, പിന്നെ ഞാൻ നോക്കിക്കോളാം. ഓടുന്നതിനെ വിളിക്കണേ, നീ പൊക്കോ. എനിക്ക് വരാൻ പറ്റൂല. ഓ, അല്ലേ തന്നെ പാപ്പ പോയ പിന്നെ ഞാനിപ്പോ ഒറ്റയ്ക്കല്ലേ. ആരൊക്കെ എത്രയൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും പോട്ടാ. അമീത്, ഈ ഒറ്റയ്ക്കാന്ന് ആരാ പറഞ്ഞേ? ഞാനില്ല എൻ്റെ കൂടെ. അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്തെങ്കിലും പറഞ്ഞ് എന്നെ വീഴ്ത്തു. അല്ലെങ്കിൽ തന്നെ ഈ കല്ലേറിട്ട് ഡാൻസ് ടീമിന് ആര് പ്രോഗ്രാം വിളിക്കാനാ? അയ്യടാ, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പരിപാടി ഉണ്ട്. ഓ, അപ്പൊ ഇഷ്ടം പോലെ കയറിയിട്ടും പോടാ. ബീരാൻ, സാർ, കാര്യം പിടിക്കാൻ സമയം. കണ്ടോ? വാ. എന്താ ഹംസക്ക, ഒറ്റയ്ക്ക് പൊരയും പീടിയും നോക്കിന് കാര്യം ആലോചിച്ചിട്ട് ഇപ്പൊ ടെൻഷൻ ആവുന്നില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ കൃഷിമാരി അത്ര എളുപ്പമല്ല കച്ചവടം. ഒലക്ക ഇത് വേണോടോ? വേണോന്നോ? പീടിയ പൂട്ടിയുള്ളത് നടക്കൂല. ഞാൻ ചോദിച്ചതല്ല, ഈ പോക്ക് വേണോന്ന്. വേണം ഹംസക്ക. ആ, എന്താ എൻ്റെ തീരുമാനം? ആടെ പോയി ഉമ്മാനെ കണ്ടുപിടിക്കണം, വാപ്പ പറഞ്ഞ പൈസ ഏൽപ്പിക്കണം, പിന്നെ 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 ഓരിടയ്ക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഇത് വല്ലതും നടക്കുമോ? നമ്മള് വിട്ട റോക്കറ്റ് വരെ ചൊവ്വയിലെത്തി. ഇത് നടക്കുന്നു. ഐതിരിക്ക പറയില്ല എപ്പോഴും പോസിറ്റീവ് അയക്കണമെന്ന്. എന്നാ ശരി, നിങ്ങൾ ഇഷ്ടം പോലെ ആവട്ടെ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട, കച്ചവടം ശരിക്കും നോക്കണം. ഓക്കെ, ശരി ഹംസക്ക. പോയി വരാം. പോയി വാ. പോട്ടെ, ചേട്ടാ. ഹമീദേ, ഹാ, എന്താ ഇവിടെ? ഞാൻ ഈടെ ഇടയ്ക്ക് വരാറുണ്ട്. ചെറുപ്പം പോലെ വാപ്പ എന്നെ ഇവിടെ കൊണ്ടുവരും. ഇപ്പൊ ഞാൻ കുറച്ച് സാധനം കൊടുക്കാൻ വന്ന. വേഷം നന്നായിണ്ടല്ലോ. ഇഷ്ടായോ? അന്ന് പെണ്ണുകാണലിന് വന്നപ്പോ ഞാൻ കരുതിയത് ഇങ്ങളാളൊരു പഴഞ്ചനാണെന്ന്. അയ്യോ, ഞാൻ സാധാരണ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാറുള്ളത്. അന്ന് ബീര നിർബന്ധിച്ചിട്ടാ ആ ഡ്രസ്സ് ഇട്ടത്. ഇനിയിപ്പോ അതുകൊണ്ടാണോ അന്ന് വാപ്പ നിക്കാതെ വേണ്ടെന്ന് പറഞ്ഞത്? അമീദേ, ആ, ബീരാൻ ഓർമ്മയില്ലേ? വാ, സൂക്ഷിച്ചു വാ. അമീദ മുട്ട പപ്സ് കിട്ടിയില്ല. എക്സാൻഡ്വിച്ച് കിട്ടിയില്ലല്ലേ? SLC ഫെയിൽഡ്, ഇത്തിരി വിദ്യാഭ്യാസ കുറവുണ്ട്, അതാണ്. ഇതെങ്ങോട്ടാ ബാഗ് കയറ്റി പോണേ? കോഴിക്കോട് വരെ പോവാ ഉമ്മച്ചിയുടെ വീട്ടിലേക്ക്. ആഹാ, ഞങ്ങളും കോഴിക്കോട്ടേക്ക്. എന്നാ പിന്നെ ഒരുമിച്ച് പോയാലോ? അത് വേണോ? എന്താ? അല്ല, വാപ്പ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കില്ലേ? ഹമീദിന് പേടിയുണ്ടോ? ഭയങ്കര പേടിയാ. എനിക്ക് പേടിയൊന്നുമില്ല. എന്നാ പോന്നോട്ടെ. എന്നാ ഞാനും വരാൻ കൂടെ. എന്നാ കേറ്. വാ വാ, കുഴപ്പമില്ല. കേറ്. അവിടെ ഇല്ല, അവിടെ. ഓ, ബീരാനെ വേഗം വണ്ടി എടു. വേഗം പോയിട്ട് എന്തിനാ? ധൃതിയുണ്ടോ? എനിക്ക് ധൃതിയില്ല. എനിക്കും അത്ര ധൃതിയില്ല കേട്ടോ. പിന്നെ പോവാതെന്നാലോ? പോണം, മെല്ലെ പോയാൽ മതി.